കോട്ടയം പൂഞ്ഞാറിൽ വൈദികനെ മർദ്ദിച്ച സംഭവത്തിൽ 4 പേർ കസ്റ്റഡിയിലെന്ന സൂചന. സോഷ്യൽ മീഡിയയിൽ വർഗീയവൽക്കരിക്കുന്ന പോസ്റ്ററുകൾക്കെതിരെ നടപടിയുമായി പോലീസ് രംഗത്തെത്തുകയാണ്. അന്വേഷണം തുടരുന്നതിനിടെ സംഭവം യാദൃശ്ചികമാണെന്നാണ് പോലീസിന്റെ പോസ്റ്റ്. അറസ്റ്റ് വൈകുന്നതിനെതിരെ മറുവശത്ത് പ്രതിഷേധവും ശക്തമാവുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പൻ ചേരുന്നുണ്ട്. മിഥുൻ, നിലവിലിപ്പോൾ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് 4 പേർ കസ്റ്റഡിയിലെന്നുള്ള സൂചനകൾ പുറത്തു വരികയാണ്. എങ്ങനെ നോക്കിക്കാണാം? ഇന്നലെ 12:30 കൂടിയാണ് പൂഞ്ഞാർ സെന്റ് മേരീസ് പള്ളിയിൽ അസിസ്റ്റന്റ് വികാരിയായിട്ടുള്ള ഫാദർ ജോസഫ് ആറ്റുകാരനെ ഒരു സംഘം യുവാക്കൾ ചേർന്ന് ആക്രമിച്ചത്. പള്ളിക്ക് മുന്നിൽ മോട്ടോർ സൈക്കിൾ ബൈക്കിലും അതുപോലെ തന്നെ കാറിലും അഭ്യാസ പ്രകടനം നടത്തിയതിനെ എതിർത്തതിനെ തുടർന്നാണ് വാഹനം ഇടിച്ച് വീഴ്ത്തി അപകടപ്പെടുത്തിയത്. ഇപ്പോൾ ഈ വിഷയത്തിൽ ഏതാണ്ട് 4 പേർ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട് എന്നാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. പക്ഷേ പോലീസിനെ സംബന്ധിച്ചുള്ള സ്ഥിരീകരണം ഏതെങ്കിലും തരത്തിലുള്ള സ്ഥിരീകരണം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതാണ്ട് 40-ലധികം ആളുകൾ ഈ സംഘത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഏതാണ്ട് 7-ലധികം കാറുകളും 7-8 കാറുകളും അതോടൊപ്പം തന്നെ 5ഓളം ബൈക്കുകളും ഈ സംഘത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ നൽകുന്ന വിവരം. പക്ഷെ ഈ സംഭവം ആസൂത്രിതമാണ് എന്ന് അതുപോലെ തന്നെ നിരന്തരം ആവർത്തിക്കുന്നതാണ് എന്നാണ് ഇപ്പോൾ പള്ളി വികാരി അടക്കം കഴിഞ്ഞ ദിവസം നടത്തിയ പ്രതിഷേധ പ്രകടനത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതിനു മുമ്പും ഇത്തരത്തിൽ സമാനമായ സംഭവങ്ങൾ പള്ളി കോമ്പൗണ്ടിനകത്തുണ്ടായിരുന്നു. ഇത്തരത്തിൽ വൈദികർ താക്കീത് നൽകിയതിനെ തുടർന്ന് അവർ മടങ്ങി പോവുകയും ചെയ്തു. പിന്നീടാണ് ഇപ്പോൾ വീണ്ടും എത്തി അച്ഛനെ ആക്രമിക്കുന്ന തരത്തിലേക്ക്, വൈദികനെ ആക്രമിക്കുന്ന തരത്തിലേക്ക് എത്തിയത്. ഇപ്പോൾ പോലീസ് ഇത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം ഇട്ടിരിക്കുന്ന പോസ്റ്റാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന സംഭവത്തെ വർഗീയവൽക്കരിക്കപ്പെടുന്ന നടപടിക്കെതിരെ, അത്തരം പോസ്റ്റുകൾക്കെതിരെ നടപടി ഉണ്ടാകുമെന്നും പോലീസ് നിരീക്ഷിക്കുന്നുണ്ടെന്നുമാണ് പോലീസിന്റെ പോസ്റ്റ്. ഈ പോസ്റ്റിൽ പറയുന്നത്, മിഥുൻ, എന്തു തന്നെയായാലും വളരെ വലിയൊരു പ്രതിഷേധം ഇപ്പോൾ ആ ഒരു മേഖലയിൽ ഉണ്ടാവുകയാണ്. പ്രത്യേകിച്ചും വിശ്വാസികളുടെ ഭാഗത്ത് നിന്ന് ശക്തമായ പ്രതിഷേധം ഉണ്ടാകുന്നു. പോലീസ് ഇതുവരെയും കൃത്യമായ നടപടി സ്വീകരിക്കുന്നില്ല എന്നുള്ളൊരു കാര്യമാണ് എടുത്തു പറയേണ്ടത്. ഒരുപക്ഷെ നോക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ പോലീസ് സംവിധാനം വരെ പരാജയപ്പെടുന്നൊരു സാഹചര്യം തന്നെയല്ലേ ശരിക്കും അവിടെ സംഭവിക്കുന്നത്? ഇത്രയും മണിക്കൂറുകൾ പിന്നിടുമ്പോഴും പ്രതികളെ കസ്റ്റഡിയിലെടുക്കുന്നില്ല, അല്ലെങ്കിൽ അറസ്റ്റ് രേഖപ്പെടുത്തുന്നില്ല. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ വരും മണിക്കൂറിൽ അത് ശക്തമായൊരു പ്രക്ഷോഭത്തിലേക്ക് കൂടി കടക്കുന്ന ഒരു സാഹചര്യം തന്നെയല്ലേ അവിടെ ഉള്ളത്? തീർച്ചയായിട്ടും ഇപ്പോൾ PC പറഞ്ഞതിനപ്പുറത്തേക്ക് ഇത് സംബന്ധിച്ച അക്രമികളെ പിടികൂടിയതുമായി ബന്ധപ്പെട്ടുള്ള സ്ഥിരീകരണം ഇപ്പോൾ പോലീസ് നൽകിയിട്ടില്ല എന്നുള്ളതാണ്. ഒരു തരത്തിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ പോലീസ് മാധ്യമങ്ങൾക്ക് നൽകിയിട്ടില്ല. പ്രതികൾ ആരൊക്കെയാണെന്നോ ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് സംബന്ധിച്ചുള്ള വിശദീകരണം പോലീസ് നൽകിയിട്ടില്ല. നമ്മൾ വിവിധ സംബന്ധിച്ചുള്ള ഔദ്യോഗികമായിട്ടുള്ള യാതൊരു വിശദീകരണം നൽകിയിട്ടുണ്ട്. പക്ഷേ മുഴുവൻ പ്രതികളെയും പിടികൂടിയതിനു ശേഷം മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള വിശദാംശങ്ങൾ നൽകുക എന്നാണ് നമുക്ക് കരുതുന്നത്. പക്ഷേ എന്നിരുന്നാലും ഇപ്പോൾ ഇത് സംബന്ധിച്ച് നമുക്ക് പറയാൻ കഴിയുന്നത് യാതൊരുവിധ സ്ഥിരീകരണവും പ്രതികളെ പിടികൂടുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. മാത്രമല്ല, ഈരാറ്റുപേട്ട കേന്ദ്രീകരിച്ച് ഇത്തരത്തിലുള്ള ലഹരി മാഫിയയുടെയും അതുപോലെ തന്നെ ഇത്തരത്തിലും വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്തുന്ന സംഘങ്ങളുടെയും പ്രവർത്തനങ്ങൾ വ്യാപകമാണ് എന്നുള്ളത് റിപ്പോർട്ട് നൽകിയത് ജില്ലാ പോലീസ് മേധാവിയാണ്. അത്തരത്തിൽ അവിടെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ നടക്കുന്ന ഇടമാണെന്നും പ്രത്യേക ശ്രദ്ധ വേണമെന്നും പറഞ്ഞുകൊണ്ട് നൽകിയിരിക്കുന്ന ഒരു റിപ്പോർട്ട് നൽകിയത് ജില്ലാ പോലീസ് മേധാവിയായിരുന്നു. ആ റിപ്പോർട്ടിനെതിരെ രംഗത്ത് വന്നത് ഇടതു വലത് മുന്നണികൾ അതിശക്തമായി തന്നെ രംഗത്ത് വരികയും അതിനെതിരെ SP-യുടെ റിപ്പോർട്ടിന് അനുകൂലമായി നിന്നവർക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനവും ഒറ്റപ്പെടുത്താനും ശ്രമിക്കുകയും ചെയ്തതാണ് ഇടതു വലത് മുന്നണികൾ. അത്തരത്തിൽ നിരവധി കണക്കിന് പ്രവർത്തനങ്ങൾ ഇത്തരത്തിലുള്ള വിധ്വംസക സംഘങ്ങളെ വളർത്തുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ അവരെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലേക്ക് ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തുടരുന്നത് തന്നെയാണ് വീണ്ടും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ, അനിഷ്ട സംഭവങ്ങൾ ആവർത്തിക്കുന്നതിന് കാരണമെന്നാണ് ഇപ്പോൾ ഉയരുന്ന വിമർശനം. BJP അടക്കം ഉന്നയിക്കുന്ന ഇത്തരത്തിലുള്ള പ്രീണന രാഷ്ട്രീയത്തിന് കുട പിടിക്കുകയും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള സംഭവങ്ങളെ മുള്ളയിലെ നുള്ളാതെയുള്ള നടപടികൾ തുടരുന്നത് തന്നെയാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നതിന് കാരണമെന്നാണ് BJP അടക്കം ഇപ്പോൾ ഉന്നയിച്ചിട്ടുള്ളത്.
ഏതായാലും ഇപ്പോൾ അന്വേഷണം തുടരുകയാണ്. ചില ആളുകൾ കസ്റ്റഡിയിലുണ്ട് എന്നതിന് ഒഴിച്ചു നിർത്തിയാൽ മറ്റു കൂടുതൽ നടപടികൾ എന്തൊക്കെ ഉണ്ടായത് എന്ന് സംബന്ധിച്ച് വിശദാംശങ്ങൾ പോലീസ് ഇതുവരെയായിട്ടും നൽകിയിട്ടില്ല. ഇത്തരം നടപടികൾ വൈകുന്നതിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധവും ഈരാറ്റുപേട്ട കേന്ദ്രീകരിച്ച്, പൂഞ്ഞാർ കേന്ദ്രീകരിച്ച് ഉയരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം വലിയ ഏതായാലും 2000-ലധികം ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇടവകയിലെ വിശ്വാസികൾ, പൂഞ്ഞാർ ഇടവകയിലെ വിശ്വാസികൾ അവിടെ പ്രതിഷേധ പ്രകടനം നടത്തിയത്. ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള സംഭവത്തിന് വേദിയെ ഒരുക്കിയതിൽ, അതായത് ഇത്തരത്തിലുള്ള അക്രമ സംഭവം നിയന്ത്രിക്കാൻ കഴിയാത്ത പോലീസിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് പൂഞ്ഞാറിൽ ഉയർന്നത്. മിഥുൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ ജില്ലയിൽ ഉടനീളമുള്ള ഈ ലഹരി മാഫിയകളുടെ സംഘം അല്ലെങ്കിൽ അവരുടെ സാന്നിധ്യം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ക്രമസമാധാന പ്രശ്നങ്ങളിലേക്ക് വഴിവെക്കുമ്പോൾ ഒരുപക്ഷെ ആ തലങ്ങളിലും വളരെ ശക്തമായ അന്വേഷണം അല്ലെങ്കിൽ പരിശോധനകൾ കൂടി ആവശ്യമായ ഒരു ഘട്ടം കൂടിയല്ലേ ഇത്? തീർച്ചയായിട്ടും ഇപ്പോൾ ബിജെപിയുടെ മധ്യമേഖലാ അധ്യക്ഷൻ എൻ ഹരി ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഈ കേസിൽ ഉൾപ്പെടുന്നവരുടെ ബാക്ക്ഗ്രൗണ്ട് കൂടി കൃത്യമായി പരിശോധിക്കണമെന്നുള്ളതാണ്. ഈ സംഭവത്തിന്റെ യഥാർത്ഥ മോട്ടീവ് എന്താണ് എന്നത് സംബന്ധിച്ച് ഇപ്പോൾ ഈ വിഷയത്തിൽ ഒതുങ്ങി നിൽക്കാതെ ഇവരുടെ മറ്റ് പ്രവർത്തനങ്ങൾ കൂടി അന്വേഷണ വിധേയമാക്കണം. വിശദമായിട്ടുള്ള അന്വേഷണം ഈ കാര്യത്തിൽ ഉണ്ടാകണമെന്നാണ് ഇപ്പോൾ ബിജെപി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ UAPA ചുമത്തണമെന്ന് ഇപ്പോൾ നമ്മോട് തത്സമയം തന്നെ PC ജോർജും ആവശ്യപ്പെട്ടു കഴിഞ്ഞു. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവശ്യപ്പെടുന്നതിന് കാരണം ജില്ലയിലും അതുപോലെ തന്നെ നേരത്തെ സൂചിച്ചതുപോലെ തന്നെ ഈരാറ്റുപേട്ട കേന്ദ്രീകരിച്ചും നിരവധി വിധ്വംസക പ്രവർത്തനങ്ങൾ തുടർച്ചയായിട്ട് സംഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലഹരി മാഫിയ സംഘങ്ങളുടെ സാന്നിധ്യം വളരെ ശക്തമാണ്. നമുക്കറിയാം, നായ്ക്കളെ ഉപയോഗിച്ചുകൊണ്ട് മറയാക്കിക്കൊണ്ട് കച്ചവടം നടത്തുന്ന പോലീസിനെ ആക്രമിച്ച ലഹരി സംഘത്തിന്റെ വാർത്തകൾ മറന്നു കാണില്ല. അത്തരത്തിൽ നിരവധി കണക്കിന് സംഭവങ്ങൾ കോട്ടയത്തും അതുപോലെ തന്നെ ഈരാറ്റുപേട്ട കേന്ദ്രീകരിച്ചും എല്ലാം തന്നെ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് വളം വെച്ച് കൊടുക്കുന്നത് ഇത്തരത്തിലുള്ള പ്രീണന രാഷ്ട്രീയം എന്നുള്ള വിമർശനമാണ് വിവിധ രാഷ്ട്രീയ കക്ഷികൾ ഉന്നയിക്കുന്നത്. ഏതായാലും ഇപ്പോൾ പള്ളി കോമ്പൗണ്ടിനകത്തേക്ക് അതിക്രമിച്ച് കയറിക്കൊണ്ട് നടത്തിയിട്ടുള്ള ഈ ഒരു സംഭവം ഇത് ക്ഷണിച്ചു വരുത്തിയ സംഭവം എന്ന് തന്നെയാണ്, അതുപോലെ തന്നെ ആസൂത്രിതം എന്ന് തന്നെയാണ് ഇപ്പോൾ വിശ്വാസികൾ ആരോപിക്കുന്നത്. ഇതിന് പിന്നിൽ സംഘടിതമായിട്ടുള്ള ഒരു ശ്രമമുണ്ട്. അവ കണ്ടെത്തുന്നതിന് ആഴത്തിലുള്ള അന്വേഷണം ആവശ്യമാണ് എന്നാണ് ഇപ്പോൾ PC ജോർജ് അടക്കമുള്ളവർ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അത്തരത്തിലുള്ള അന്വേഷണത്തിലേക്ക് നീങ്ങുമെന്ന് തന്നെ നിലവിൽ പ്രതീക്ഷിക്കാം. യെസ്, വ്യക്തമാണ്. കോട്ടയം പൂഞ്ഞാറിൽ വൈദികനെ മർദ്ദിച്ച സംഭവത്തിൽ 4 പേർ കസ്റ്റഡിയിലെത്ത സൂചന. ഒപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ കൂടി വർഗീയവൽക്കരിക്കുന്ന പോസ്റ്റുകൾ ഉണ്ടാകുന്നതിനെതിരെ നടപടിയുമായി പോലീസും രംഗത്തെത്തുകയാണ്. അന്വേഷണം തുടരുന്നതിനിടെ സംഭവം യാദൃച്ഛികമെന്നാണ് പോലീസിന്റെ പോസ്റ്റ്. അറസ്റ്റ് വൈകുന്നതിലും പ്രതിഷേധം ശക്തമാകുന്നൊരു സാഹചര്യമാണ് ഉള്ളത്. മിഥുൻ അയ്യപ്പനാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.